माधव जयो कुंज बिहारी जयो राधा माधव जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुनतीरवनचारी जयो कुंज बिहारी जयो यमुनतीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमाई जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमाई जयो कृष्ण बालाराम जयो कृष्ण बालाराम कृष्ण बालाराम जयो कृष्ण बालाराम जयो कृष्ण बालाराम जयो कृष्ण बालाराम बालाराम जयो कृष्ण बालाराम जय गौरानिदाय जयो गौरानिदाय गौरानिदाय जयो गौरानिदाय गौरानिदाय जयो गौरानिदाय गौरानिदाय जयो गौरानिदाय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്ലോകം വായിക്കാം, ഭക്തന്മാർ ഏറ്റു പറയുക. പാപമേവാശ്രയോദസ്മാൻ പാപമേവാശ്രയോദസ്മാൻ ഹദേ താനാതാതായിനഃ ഹദേ താതാതായിനഃ ഹദേ താനാതാതായിനഃ ഹദേ താനാതാതായിനഃ തസ്മാനർഹ
വായം ഹന്തും തസ്മാനർഹ വായം ഹന്തും തസ്മാനർഹ വായം ഹന്തും തസ്മാനർഹ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സംബന്ധവാൻ ധാർതരാഷ്ട്രൻ സംബന്ധവാൻ ധാർതരാഷ്ട്രാൻ സംബന്ധവാൻ ധാർതരാഷ്ട്രൻ സംബന്ധവാൻ സോജനം ഹി ഹതം ഹത്വാ സോജനം ഹി ഹതം ഹത്വാ സോജനം ഹി കഥം ഹത്വാ സോജനം ഹി കഥം ഹത്വാ സുഖീനാശാമമാധവ സുഖീനാശ്യാമമാധവ സുഖീനാശ്യാമമാധവ മാധവ ഏറ്റു പറയൂ. മാധവ, ഹേ ലക്ഷ്മിപതിയായ കൃഷ്ണ, ആദതായിന്ന വധേച്ഛുക്കളായെങ്കിലും ഏതാൻ ഇവരെ ഹത്വ കൊന്നിട്ട് അസ്മാൻ ഞങ്ങളെ പാപം ഏവ പാപം തന്നെ ആശ്രയിക്കും തസ്മാത് അതുകൊണ്ട് വയം ഞങ്ങൾ സ്വബന്ധുക്കളായ ധാർതരാഷ്ട്രരെ ഹന്ത് വധിക്കാൻ അർഹരല്ല. സോജനം ഹത്വ ഉറ്റവരെ കൊന്നിട്ട് കഥം എങ്ങനെ സുഖിനഹ സുഖിക്കുന്നവരായി ശ്യാമാഹി ഭവിക്കും. ഓക്കെ, വിവർത്തനം ഏറ്റു പറയുക. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? ഭാവാർത്ഥ സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഞാൻ വായിക്കാം, ഭക്തന്മാർ കേട്ടിരിക്കുക. വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് അക്രമികൾ 6 കൂട്ടരാണ്. വിഷം കൊടുക്കുന്നവൻ, വീട് തീവയ്ക്കുന്നവൻ, മാരക ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അത്തരം ആക്രമികളെ ഉടൻ വധിക്കണം. അതുകൊണ്ട് പാപമില്ല. ഏതു സാധാരണക്കാരനും അനുയോജ്യമായ കർമ്മമാണിത്. പക്ഷേ അർജുനൻ അങ്ങനെ ഒരു സാമാന്യ മനുഷ്യൻ അല്ല, സ്വഭാവേന സാത്വികനാണ്. അതുകൊണ്ട് സത്വഭാവോചിതമണ്ണം ആക്രമികളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു. ഈ സാത്വികത്വം പക്ഷേ ക്ഷത്രിയന് ചേർന്നതല്ല. ഒരു രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ട ആൾ സാത്വികനായിരിക്കണം, ഭീരുവാകാൻ പാടില്ല. ഉദാഹരണത്തിന് രാമൻ സത്വശീലനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ, അതായത് രാമരാജ്യം, ജീവിക്കാൻ പ്രജകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല. തന്റെ ഭാര്യയെ കവർന്നു കൊണ്ടുപോയ അക്രമിയായ രാവണനെ അദ്ദേഹം ലോക ചരിത്രത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത വിധം വേണ്ടുന്ന പാഠം പഠിപ്പിച്ചു വിട്ടു. അർജുനനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാമഹൻ, ഗുരുക്കൾ, സുഹൃത്തുക്കൾ, മക്കൾ, പൗത്രന്മാർ എന്നിവരാണ് അക്രമികളായിട്ടുള്ളത് എന്ന ഒരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് സാമാന്യമായി ആക്രമികളോട് ചെയ്യാവുന്ന കടും കൈകൾ അവരോട് പ്രയോഗിക്കാൻ വയ്യെന്നു തോന്നിയത്. അതുകൊണ്ടാണ് അങ്ങനെ വയ്യെന്നു തോന്നിയതും. കൂടാതെ സാത്വികന്മാർ ക്ഷമിക്കേണ്ടവരാണല്ലോ. അടിയന്തരമായ രാഷ്ട്രീയ സ്ഥിതികളെക്കാൾ അത്തരം നിയമങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തി സ്വബന്ധുക്കളെ ഹിംസിക്കുന്നതിൽ ഭേദം ധർമ്മത്തിന്റെയും സ്വഭാവത്തിന്റെയും പേരിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് നന്നെന്ന് അർജുനൻ കരുതുകയുണ്ടായി. ക്ഷണികവും ശാരീരികവുമായ സുഖത്തിന് വേണ്ടി കൊല്ലുക എന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. സാമ്രാജ്യങ്ങളും അവയിൽ നിന്ന് നേടുന്ന സുഖങ്ങളും ശാശ്വതങ്ങളല്ലെന്നിരിക്കെ തന്റെ ജീവിതത്തെയും ഭാവിയിൽ ലഭിക്കാവുന്ന മുക്തിയെ തന്നെ
താൻ എന്തിന് ബന്ധുവധം കൊണ്ട് നഷ്ടപ്പെടുത്തണം? ഐശ്വര്യദേവതയുടെ നാനാർത്ഥം എന്നർത്ഥമുള്ള മാധവ നാമം ഇവിടെ കൃഷ്ണനെ പറ്റി പ്രയോഗിച്ചത് വെറുതെയല്ല. ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കരുത് എന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കി. എന്നാൽ കൃഷ്ണൻ തന്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുല്ലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥം മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീ വിശാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിച്ചേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുദായ കൃഷ്ണ പൃഷ്ഠായ മഹാവിഷ്ണു നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പ്രചാരണ ലോകനാഥ ശ്രീ മഹാവിഷ്ണു. ഹരേ കൃഷ്ണ. ഇന്ന് വളരെ മനോഹരമായ മറ്റൊരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ നിൽക്കുന്ന കൃഷ്ണ അർജുനന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രതിപാദ്യ വിഷയം. ഇവിടെ ഈ ശ്ലോകം സംസാരിക്കുന്നത് അർജുനനാണ്. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, യുദ്ധത്തിന് ഞാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമുക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എന്ന് അർജുനൻ പറയും. ഇവിടെ മാധവ എന്നാണ് കൃഷ്ണനെ അഭിസംബോധന ചെയ്തത്. എന്തുകൊണ്ട് മാധവ എന്നുള്ള നാമം ഉപയോഗിച്ചു എന്ന് പർപ്പട്ടിൽ പറയുന്നു. മാധവ എന്നുള്ള വാക്കിനർത്ഥം ഭാഗ്യദേവതയായ മഹാലക്ഷ്മിയുടെ ഭർത്താവ് എന്നാണ് മാധവ എന്നുള്ള വാക്യം. എന്തുകൊണ്ട് കൃഷ്ണ എന്നോ പാർത്ഥസാരഥി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേര് കൃഷ്ണൻ ഉണ്ടല്ലോ, വേണുഗോപാല, ശ്യാമസുന്ദര എന്നൊക്കെ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല? മാധവ എന്നുള്ള നാമം എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാരെ വട്ടപ്പേര് വിളിക്കും അല്ലേ? വട്ടപ്പേര് വിളിക്കുമ്പോൾ അതിന് ആ സിറ്റുവേഷന് ഉചിതമായ വട്ടപ്പേരായിരിക്കും നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്നത് അല്ലെ? നല്ലവണ്ണം കഴിക്കുന്ന ആളിന് എന്ത് പറയും? നല്ല ഭീമനാണ്, നീ ഇത്രയും നന്നായി കഴിക്കാന്ന് ചോദിക്കും അല്ലെ? ഭൂതം നല്ല സൈസുള്ള ആളിനെ അതനുസരിച്ച് കടവൽ കജന ഭൂതം എന്നൊക്കെ പറയും അല്ലെ? കളിയാക്കല്ലേ? അപ്പൊ അങ്ങനെ കളിയാക്കുന്നതിന്റെ ആ വാക്കിന്റെ ഇടയിൽ പല അർത്ഥങ്ങളുണ്ട് അല്ലെ? അതാണല്ലോ വട്ടപ്പേര് വരാൻ കാരണം. ഒരു അർത്ഥം വെച്ചുള്ള വാക്കുകളായിരിക്കും വട്ടപ്പേരായിട്ട് എടുത്തത് അല്ലെ? നെത്തോലി എന്ന് വിളിക്കും ചില ആൾക്കാർ. എന്താണ്? പൊക്കം കുറവ്, നെത്തോലി അല്ലെ? നെത്തോലി എന്ന് പറഞ്ഞാൽ പൊക്കം കുറവ്. കുണ്ടലി എന്ന് വിളിക്കും അല്ലെ? കുരുമുളക് എന്ന് വിളിക്കും. എന്നെ പണ്ട് കുരുമുളക് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പൊക്കം കുറവായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പൊക്കം. അതുവരെ എന്നെ കളിയാക്കുന്നത് കുരുമുളക് എന്നാണ് കളിയാക്കുന്നത്. ഓക്കെ. പക്ഷെ എന്നെ കളിയാക്കിയ ആ ഒരു ലേഡി എപ്പോഴും എന്നെ കണ്ട കുരുമുളക് എന്ന് വിളിച്ച് കളിയാക്കി. എനിക്ക് ഇതുപോലെ ഒരു സങ്കടം വേറെ ഇല്ല. അപ്പൊ പൊക്കം കുറവായതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോ ആ കുട്ടി അത്ര പൊക്കം ഉണ്ടായിരുന്നു. ഞാൻ ജറാഫ് എന്ന് തിരിച്ചും വിളിക്കും തൽക്കാലം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയെ കളഞ്ഞാൽ പോകും. ഇതുപോലെ ഒരു സന്തോഷം വേറെ ഇല്ല. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ജറാഫ് എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയ ആളിനെ നമ്മൾ പറയും, പൊക്കം കുറഞ്ഞ ആളിനെ കുരുമുളക്, ചുണ്ടലി അല്ലെ, നെത്തോലി എന്നൊക്കെ വിളിക്കും. അതേപോലെ ഇവിടെ കൃഷ്ണനെ അർജുനൻ വിളിച്ചിരിക്കുന്ന പേര് മാധവ എന്നാണ്. മാധവ എന്ന് പറഞ്ഞാൽ എന്താണ്? മതം തന്നെ. മാധവ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പതിയെ എന്നാണ്. ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ ആരാണ്?
ഭാഗ്യദേവതയാണ്. ഭാഗ്യദേവതയുടെ പതിയായ അങ്ങ് ദൗർഭാഗ്യം വരാനുള്ള ഉപദേശം തരാമോ? ഇതാണ് ചോദ്യം. എന്താ ഒറ്റ മാധവെന്ന് വിളിച്ച വാക്കിന്റെ ഇടയിൽ നൈസ ഒരു അർത്ഥം കയറ്റിയിട്ടുണ്ട്. എന്താ, താങ്കള് ഭാഗ്യദേവതയുടെ ഭർത്താവായിരിക്കെ മറ്റുള്ളവർക്കും ഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള കാര്യത്തിനാണ് അങ്ങ് പ്രേരണ ചെലുത്തേണ്ടത്. അങ്ങിപ്പോ എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ദൗർഭാഗ്യം വന്ന് ചേരാനുള്ള ഉപദേശമാണോ തരുന്നതെന്നാണ് ചോദിക്കുന്നത്. മാധവ എന്നൊരു വിളി വിളിച്ചു. അതിനകത്ത് ഇത്രയും രഹസ്യ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ചില ആൾക്കാർ ഭയങ്കര തത്വശാസ്ത്രമൊക്കെ പറയും. എന്നാൽ ചിലപ്പോൾ നേരെ ബ്ലണ്ടർ കാണിക്കളയും. ഉടനെ പറയും അയാൾ വലിയ നീതിപതിയല്ലേ എന്ന് കളിയാക്കി പറയും. അപ്പൊ നീതിപതിയായ ആൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കരുതെന്നാണ് ആ നീതിപതി എന്ന് വിളിച്ചതിന്റെ അർത്ഥം. അല്ല, നീതിപതി ആയിട്ടല്ല. നീതിപതിയെ പോലെ ഉള്ള ആള് ഇത്രയും മണ്ടത്തരം കാണിക്കാൻ പാടുണ്ടോ? അതാണ് നീതിപതി എന്ന് വിളിച്ച് കളിയാക്കുന്നത്, അല്ലേ? അതേപോലെ ഇവിടെ വിളിച്ച് കളിയാക്കിയിരിക്കുകയാണ് ആരെ? കൂട്ടുകാരനായ കൃഷ്ണനെ അർജുനൻ കളിയാക്കി. മാധവ, അങ്ങ് ലക്ഷ്മിയുടെ ഏതാണ് ഭാഗ്യദേവതയുടെ ഭർത്താവായി ഇരിക്കെ എനിക്ക് ദൗർഭാഗ്യം വരാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപദേശിക്കാമോ എന്നാണ് ചോദിച്ചതിനർത്ഥം. പക്ഷെ അതിൽ പുറപ്പെടൽ പ്രഭാത് പറയുന്നുണ്ട്, അത് ഒരാൾക്കെന്നല്ല ആർക്കും, ശത്രുക്കൾക്ക് പോലും ദോഷം വരുന്ന കാര്യം ആരും പറയില്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും. അതാണ് കൃഷ്ണൻ. ഇന്നത്തെ രാവിലെ ഒരു ഭാഗവതം ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഭാഗവതം ക്ലാസ്സിൽ നമ്മുടെ തിരുവനന്തപുരത്തിലെ പൂജാരി ഹെഡ് ഹിസ് ഗ്രേസ് പ്രഭുവിന്റെ പേര് പ്രഭുവിന്റെ നല്ലൊരു അജയ് ഗോവിന്ദ് പ്രഭുവിന്റെ മനോഹരമായ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു, മറ്റു 33 ദേവന്മാര് നമ്മൾ എന്ത് പോയി ചോദിച്ചാലും അവർ ഉടനെ പ്രീതിപ്പെട്ട് നമുക്ക് വേണ്ടതൊക്കെ ചിലപ്പോൾ തന്നേക്കാം. പക്ഷെ അതേ സ്പീഡില് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ നമുക്ക് ചോദിച്ചതെല്ലാം ഒന്നും തരില്ല. ചോദിച്ചു തന്നു ആ സൈസ ഇവിടെ ഇല്ല. കൃഷ്ണനും വിഷ്ണുവിന്റെ കാര്യത്തിൽ ഇല്ല. അവർ ചോദിച്ചെന്നുള്ളത് ഓക്കെ, പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടുമോ ഉപദ്രവമാണോ നോക്കിയിട്ട് തരത്തുള്ളൂ. എന്താണ് ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിക്കൂ ഇവിടെ പ്ലീസ്. ഇവിടെ കൃഷ്ണന്റെ രീതി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാടിക്കറി അത് വേണം ഇത് വേണം ചോദിച്ചോടെ 33 ദേവന്മാർ കൊടുക്കുമ്പോൾ അല്ലെ ഇവർ തരില്ല. പകരം ആ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ നന്നാവോ നശിക്കുമോ എന്ന് നോക്കിയിട്ട് തരത്തു. നമുക്കത് ഉപകാരപ്പെടുമോ അതോ നമ്മളെ നാശത്തിലേക്കോ ആയിരിക്കുമോ നമ്മൾ ചോദിച്ചു മേടിക്കുന്നത് ഉപകാരപ്പെടുമോ നോക്കിയിട്ട് അത് സാങ്ഷനാക്കി കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു തരത്തു. അങ്ങനെയുള്ള വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ ശത്രുക്കളോടും എങ്ങനെയാണ്? ബന്ധുക്കളോട് മാത്രമല്ല, മിത്രങ്ങളോട് മാത്രമല്ല, ശത്രുക്കളോടും എല്ലാവരും ഭഗവാൻ സമഭാവനയാണ് ഉള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല. ബന്ധുക്കളായതുകൊണ്ട് പ്രത്യേക മമത അതൊന്നുമില്ല. എല്ലാവരോടും കൃഷ്ണന്റെ സമഭാവനയാണ് ഉള്ളത്. എല്ലാവരുടെ ഹൃദയത്തിൽ ആരുണ്ട്? പരമാത്മ രൂപേണ കൃഷ്ണൻ ഉണ്ടല്ലോ. ശത്രുക്കളുടെ ഹൃദയത്തിൽ മാത്രം ഇല്ല, ബന്ധുക്കളുടെ മാത്രമേ ഹൃദയത്തിൽ മാത്രം അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ ഒരിക്കലും ആർക്ക് ദോഷം വരാൻ വേണ്ടി അല്ല ഹൃദയത്തിലുള്ളത്. കൂടെ നിന്ന് ചതിക്കാനല്ല ഭഗവാൻ, കൂടെ നിന്ന് രക്ഷിക്കാനാണ് ഉള്ളത്. പക്ഷെ ഭഗവാൻ നമ്മളെല്ലാം ചെയ്താലും ചെയ്തുകൊണ്ടിരിക്കും. നമ്മള് ഇൻഡയറക്റ്റ് ആയിട്ട് ഉപദേശിക്കും, ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കും. എന്നാലും നമ്മളത് മറികടന്ന് വേണ്ടാത്ത ഒക്കെ ചെയ്യും. എന്നാൽ ഭഗവാൻ സാക്ഷിയോടെ കൂടെ നിന്നാണ് ഭഗവാൻ നമ്മളെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകുന്നവരെ നമ്മൾ കൂടെ നിന്ന് കൊണ്ടുപോകാനാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പരമാത്മാ ശിവനെ കേട്ടിട്ടുണ്ടാവും? ഇല്ലല്ലോ. പരമാത്മാ ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പരമാത്മാവ് എല്ലാവരുടെ ഹൃദയത്തിലുള്ളത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പരമാത്മാ മഹാലക്ഷ്മി കേട്ടിട്ടുണ്ടോ? പരമാത്മാ പാർവതി ദേവി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പരമാത്മ കൃഷ്ണ പരമാത്മാവേ കേട്ടിട്ടുണ്ട്. കാരണം കൃഷ്ണൻ മാത്രമാണ് പരമാത്മാ എല്ലാവരുടെ ഹൃദയത്തിലുള്ളത്. വേറെ ഒരു ദേവി ദേവന്മാർ നമ്മുടെ ഹൃദയത്തിലില്ല. അങ്ങനെയുള്ള കൃഷ്ണൻ നമുക്ക് ദ്രോഹം ചെയ്യാനല്ല ഹൃദയത്തിൽ വസിക്കുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വസിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്ക് ഗോലോക വൃന്ദാവനം കൂട്ടിക്കൊണ്ടു പോകാനാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ നമ്മുടെ കൂടെ അദ്ദേഹം കൂടെ വന്ന് നമ്മുടെ ഹൃദയത്തിൽ താമസമർപ്പിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസാക്ഷി എന്നുള്ള സാധനം കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്ത് കൊടീര പാപം ചെയ്താലും വേറെ ആര് കാണാതെ നിങ്ങൾ പാപം ചെയ്താലും ഒരാൾ കണ്ടു. ആരാണ്? കൃഷ്ണൻ പരമാത്മ രൂപേണ ഹൃദയത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞു. അതേ നമ്മളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, പ്രായച്ചിത്തം ചെയ്യും, നല്ലത് ചെയ്യും പറയുന്നുണ്ടോ? അല്ലേ? അത് കൃഷ്ണനായ പരമാത്മാവാണ് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട്. അങ്ങനെയുള്ള കൃഷ്ണ ഒരിക്കലും ആരുടെയും ദ്രോഹമല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാധവ എന്ന് അർജുനൻ ഇവിടെ വിളിച്ച് കളിയാക്കിയത് തെറ്റായി പോയി. ഭാഗ്യദേവതയുടെ ഭർത്താവാണെങ്കിൽ എല്ലാവർക്കും ഭാഗ്യം വരുന്ന കാര്യമേ അദ്ദേഹം നമുക്കും കൂടെ ചെയ്യത്തുള്ളൂ. അല്ല, അദ്ദേഹം ഭാഗ്യത്തിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരെ ദൗർഭാഗ്യത്തിലെ പറഞ്ഞു പിടിച്ച് ചെയ്യുന്ന പണി ആർക്കില്ല? കൃഷ്ണനില്ല. എങ്കിൽ പിന്നെ ഇത്രയും മെനക്കെട്ട് ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് അവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ജോലി 33 ദേവന്മാർക്കും ഇല്ല. പക്ഷെ ആര് അത് ഏറ്റെടുത്തിരിക്കുന്നു? കൃഷ്ണൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. മനസ്സിലാക്കണം, അതിന് ഏജന്റിനെ നല്ല വിട്ടത്. കൃഷ്ണൻ നേരിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ.
അത് സത്യയുഗത്തിലുള്ളവർക്ക് കാണാൻ പറ്റുമായിരുന്നു, ത്രേതായുഗത്തിലുള്ളവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ദ്വാപാരയുഗം മുതൽ ആ ഹൃദയത്തിലുള്ള ഭഗവാനെ കാണാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഭഗവാൻ നമ്മുടെ സേവനം സ്വീകരിക്കാൻ വിഗ്രഹ രൂപേണ അവതരിച്ചത്. മനസ്സിലായി? അതുവരെ ഹൃദയത്തിലുള്ള പരമാത്മനെ കാണാനുള്ള ശക്തി മനുഷ്യനും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരി, എനിവേ, അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ ഒരിക്കലും നമ്മുടെ നാശം ആഗ്രഹിച്ച് നമ്മുടെ നാശത്തിലേക്ക് തള്ളിവിടത്തില്ല, കൂടെ എത്തി ചതിക്കത്തില്ല. ലോകത്ത് ചതിക്കാത്ത ഒരേ ആളെ ഉള്ളൂ ഭഗവാനും. ബാക്കി എല്ലാവരും ചതിക്കും. കാരണം എന്ത്? എല്ലാവർക്കും 4 തരം ഡിഫക്റ്റ് ഉണ്ട്. ഏതൊക്കെ ഡിഫക്റ്റ് ആണ്? ഒന്ന്, മായാൽ അപകൃതമായ ഞാൻ, അപൂർണമായ ഇന്ദ്രിയങ്ങൾ, തെറ്റുപറ്റും, അതേപോലെ ചതിക്കാനുള്ള പ്രവണത, ഇതെല്ലാം മനുഷ്യനുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രവണത ഇല്ലാത്ത ആളാണ് കൃഷ്ണൻ. എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തോ ഫോളോ ചെയ്തോ പോയാൽ ഒരിക്കലും നമ്മൾ വഴിതെറ്റിക്കപ്പെടത്തില്ല. ഈ 4 തരം ന്യൂനതകളുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ വഴിതെറ്റിക്കപ്പെടത്തുള്ളൂ. അന്ധനെ നയിക്കാൻ വേണ്ടി ഒരു അന്ധൻ വന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് ജനന മരണ രോഗ വാർദ്ധക്യമുള്ള മനുഷ്യനെ നയിക്കുന്നത്. അവരും ന്യൂനതകളുള്ളതാണ്. അവർ തന്നെ നയിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവരും പടികുയിൽ പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ അങ്ങനെയുള്ള ആളല്ല കൃഷ്ണൻ. അതാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആ പൗരുഷേയം എന്ന് പറയുന്നത്. എന്താ ആ പൗരുഷം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയതല്ല. വേദങ്ങൾ മനുഷ്യനുണ്ടാക്കിയതല്ല, ഉപനിഷത്തുകൾ മനുഷ്യനുണ്ടാക്കിയതല്ല, പുരാണങ്ങൾ മനുഷ്യനുണ്ടാക്കിയതല്ല, ഇതിഹാസങ്ങൾ മനുഷ്യനുണ്ടാക്കിയതല്ല. ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിക്ക് ഉപരിയുള്ളതാണ്. അതാണ് ആ പൗരുഷേയം എന്ന് വേദങ്ങളെ വിളിക്കുന്നത്. അത് കൃഷ്ണൻ നേരിട്ട് ഭഗവാൻ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് മനുഷ്യന് നൽകിയതാണ്. അത് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് കൃഷ്ണനെ ഫോളോ ചെയ്യുന്നത് പോലെ മുന്നോട്ട് പോകാൻ പറ്റും. കൃഷ്ണനെ ഫോളോ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും വഴിതെറ്റിക്കപ്പെടത്തില്ല. മനസ്സിലായോ? ഈവൻ ശത്രുക്കളെ ഭഗവാൻ കൊല്ലുന്നത് പോലും വഴിതെറ്റിക്കപ്പെടുന്നതല്ല, അവരെ അതോടുകൂടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ കൈകൊണ്ട് മരണപ്പെട്ട അവർക്കൊക്കെ മുക്തി ഉറപ്പാണ്. വേറെ ആരെങ്കിലും കൈകൊണ്ട് കൊല്ലപ്പെട്ട മുക്തി കിട്ടോ? ഇല്ല. കൃഷ്ണന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട മുക്തിയാണ്. എന്ന് വെച്ചാൽ ഒരു പരമഭക്തൻ എവിടെ എത്തോ അവിടെയാണ് അവര് എത്തുന്നത്. അത് ചെറിയ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ കൃഷ്ണന് പറ്റുന്നത് കൊണ്ടാണ് കൃഷ്ണൻ ആരെയും വഴിതെറ്റിക്കത്തില്ല എന്ന് പറയുന്നത്. കാരണം ഒരു പരമഭക്തൻ പോയി ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് ഭഗവാന്റെ കൈകൊണ്ട് മരണപ്പെട്ടവനും പോകുന്നത്. അപ്പൊ അത് കാരുണ്യം കൊണ്ടല്ലേ. മറ്റുള്ളവർ കൊടും തപസ് ചെയ്തിട്ടാണ് പോകാൻ പറ്റുന്നെങ്കിൽ ഇവരെ കൃഷ്ണൻ കാരുണ്യം കൊണ്ട് ഒറ്റ ഒരു കൊല ചെയ്ത് അവരെ തൂക്കിക്കൊണ്ട് പോവുക. ശിശുപാലനെ അങ്ങനെ ഭഗവാൻ കൊണ്ടുപോയില്ലേ? പൂതനയെ കൊണ്ടുപോയില്ലേ? ശകടാശനെ കൊണ്ടുപോയില്ലേ? എത്ര അസുരന്മാർ വന്നു. അവർക്കെല്ലാം ഒരു ഭക്തന് കൊടുക്കുന്ന അതേ സ്ഥാനം കൊടുത്താണ് ഭഗവാൻ തിരിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ ശത്രുക്കളോട് ചെയ്യുന്നത് പോലും കാരുണ്യമാണ്. കാരണം ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരേ പാരിതോഷികമാണ് കൊടുക്കുന്നത്, മുക്തിയാണ് കൊടുക്കുന്നത്. ശത്രുക്കൾക്ക് മുക്തിയില്ല, ഭക്തന്മാർക്ക് മാത്രം മുക്തി അല്ലല്ലോ. ശത്രുക്കൾക്ക് മുക്തി കൊടുക്കുന്നു, ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്നു. ചെറിയ കാര്യമാണോ? അതാണ് പറയുന്നത് കൃഷ്ണൻ ഒരിക്കലും വഴിതെറ്റിക്കത്തില്ല. കാരുണ്യമാണ് ഭഗവാൻ എല്ലാ രീതിയിലും കൊടുക്കുന്നത്. ഈവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് ദാമോദര മാസമാണ് കഴിഞ്ഞു പോയത്, കാർത്തിക മാസം. ഈ കാർത്തിക മാസത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ലോകം മുഴുവൻ ഗ്ലോറിഫൈ ചെയ്യുന്ന ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് ദാമോദര ലീല. ഭഗവാന് ഉരലിലേക്ക് കെട്ടിയിടുകയും, അല്ലെ, ആ ഉരലിലേക്ക് കെട്ടിയിട്ട് ഭഗവാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ആ ഉരലോടെ വലിച്ചുകൊണ്ട് പോവുകയും, അല്ലെ, ഈ ഉരല് 2 വലിയ മരം ഉണ്ട് അവിടെ, അർജുന മരങ്ങൾ. അതിന് തട്ടി ഭഗവാൻ മുന്നോട്ട് പോയത് ആ വലിയ മരം ഈ കൊച്ചു കുട്ടിയുടെ ഈ ഉരലിൽ തട്ടി കുട്ടി വലിച്ചപ്പോ മരം കടപോയെങ്കിൽ വീഴും. കേൾക്കുന്നുണ്ടോ? അപ്പോ ആ മരത്തിൽ നിന്ന് 2 ദേവന്മാര് പുറത്തു വന്നു. ആരാണത്? കുബേരന്റെ മക്കളായ മണിഗ്രീവനും നളകുബേരനും വെളിയും. അവർ ഭഗവാനോട് നമസ്കരിച്ചു. കേൾക്കുന്നുണ്ടോ? നമസ്കരിച്ചിട്ട് ഭഗവാനെ കുറിച്ച് സ്തുതിച്ച് പാടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവര് എത്ര യുഗങ്ങളോളം അവിടെ മരമാക്കി നിൽക്കുന്നു. ശാപം കൊണ്ടാണ്. ആരാണ് ശപിച്ചത്? നാരദൻ ശപിച്ചു. എന്താണ് ശപിച്ചത്? നാരദൻ ശപിച്ചെന്ന് പറഞ്ഞാൽ, നീ എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും മരം പോലെ ആയിപ്പോകുക. അതിന് കാരണം അവരുടെ കുബേരന്റെ മക്കളാണ്. അപ്പൊ എങ്ങനെ ഇരിക്കും? കുബേരൻ കോടീശ്വരനാണ്. കോടീശ്വരന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അയ്യോ, അത് ഇവിടെ ദുഷ്ടന്മാര് വേറെ കാണത്തില്ല, അത്രയ്ക്ക് ഓപ്പുലൻസ് ആണ്. അപ്പൊ അവര് ഒരു സരസിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലേഡീസ് ഫ്രണ്ട്സ് ചെയ്തപ്പോ അവിടെ ആര് കടന്നു? നാരദ മുനി കടന്നു. അപ്പൊ ആര് മതിച്ചില്ല. ലേഡീസ് ഒക്കെ നാരദ മുനിയെ മതിച്ച് മാറി നിന്നോ. അപ്പൊ ഇവര് മൈൻഡ് ചെയ്തില്ല. നമുക്ക് പണം തലയിൽ പിടിച്ച ആരെയും കണ്ണ് കാണാൻ പറ്റില്ല, നമ്മള് വലിയ ആൾക്കാരെ ഒന്നും നമ്മൾ റെസ്പെക്ട് ചെയ്യില്ല. ഇങ്ങനെ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് അവര് മതിമറന്നു പോയി. അതുകൊണ്ട് വേണ്ട നാരദ മഹർഷിയെ മതിച്ചില്ല. നാരദ മഹർഷി എന്ത് ചെയ്തു? നിങ്ങളൊരു മരമായി പോട്ടെ, സീനിയേഴ്സിൽ നിന്ന് റെസ്പെക്ട് ചെയ്യാൻ പറ്റാതെ മരമായി പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ശാപം കൊടുത്തു. മനസ്സിലാക്കുക, ആർക്ക് ശാപം കൊടുത്തു? കുബേരന്റെ മക്കൾക്ക്. അവർക്ക് അണുകിട എന്തില്ലായിരുന്നു? ഭക്തി ആ സമയത്തില്ലായിരുന്നു. പോരാഞ്ഞിട്ട് അവരുടെ പദവിയിൽ അവർ അഹങ്കരിച്ചിരുന്നു.
പോരാഞ്ഞിട്ട് ഒരു ഭൗതികമായ ആൾക്കാർ എന്തിലാണോ ആകർഷിക്കപ്പെടുന്നത് ആ ആകർഷണത്തിൽ മാത്രം ഇരുന്ന സാധാരണ ഭൗതിക സുഖം മാത്രം ആഗ്രഹിച്ചിരുന്ന രണ്ട് ദേവന്മാരാണ് ആണല്ലോ. അങ്ങനെയുള്ളവർക്ക് നാരദ മഹർഷിയുടെ ശാപം കിട്ടി. ആരുടെ ശാപം കിട്ടി? മഹർഷിയുടെ ശാപം. ആ മഹർഷിയുടെ ശാപം പോലും ശാപം കിട്ടുന്നവർക്ക് ഗുണമായിട്ടേ വരൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ വന്ന ആൾക്കാർക്ക് ദോഷം സംഭവിക്കും. കൃഷ്ണഭക്തന്മാരുമായിട്ട് ഇടപെട്ട് അവരുടെ വായിൽ നിന്ന് ശാപം കിട്ടിയാൽ കൂടി അവർക്ക് ഗുണമായേ വരും. അപ്പൊ പിന്നെ കൃഷ്ണന്റെ നേരിട്ടുള്ള ഇടപെടലിൽ ആർക്കെങ്കിലും ദ്രോഹം വരുമോ? വരില്ല എന്ന് പറയാനാണ് ഈ കഥ ഞാൻ പറഞ്ഞു വരുന്നത്. എന്ത് സംഭവിച്ചു? ഇവര് മരമായി പരിണമിച്ചു. പക്ഷെ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആ മരം നിന്ന സ്ഥലം എവിടെയാണ്? വൃന്ദാവനത്തിലാണ് ആ മരം ഉള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്ത്? അതുകൊണ്ടുള്ള ഗുണം മനസ്സിലാക്കുക. ഈ രണ്ട് മരമായിട്ട് അവർ നിൽക്കുമ്പോ അവർ കണ്ട സീനുണ്ടല്ലോ, കോടിക്കണക്കിന് ജന്മം തപസ് ചെയ്താൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് അവർക്ക്. കോടിക്കണക്കിന് ജന്മം തപസ് ചെയ്താൽ മാത്രമേ കൃഷ്ണന്റെ ബാല്യലീലകൾ കാണാനുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ, കേൾക്കാനുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ. ഇവർക്ക് കേൾക്കാനുള്ള ഭാഗ്യം മാത്രമല്ല, കാണാനുള്ള ഭാഗം കൂടെ കിട്ടി. കാരണം എന്ത്? മരമാറ്റുന്നത് എവിടെയാണ്? ആ വൃന്ദാവന ധാമിലാണ്. മനസ്സിലാക്കണം. അങ്ങനെയുള്ള വൃന്ദാവന ധാമിൽ നിന്ന് ഈ മരങ്ങൾ കണ്ട സൗഭാഗ്യം, കൃഷ്ണൻ മേഞ്ഞു നടക്കുന്നതും നടന്ന് ഭഗവാന്റെ പാദസ്പർശനം നടന്നു പോകുന്നതും കാണാനുള്ള ഭാഗ്യം കൃഷ്ണനെ പ്രസവിച്ച ദേവകി മാതാജിക്ക് കിട്ടിയിട്ടില്ല, വാസുദേവന് കിട്ടിയിട്ടില്ല. കാരണം എന്ത്? അവര് മധുരയിലെ ജയിലിലാണ് അപ്പോൾ കിടന്നിരുന്നത്. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? കൃഷ്ണനെ പ്രസവിച്ച അമ്മയ്ക്ക് അച്ഛന് കിട്ടിയില്ല. ഈ ഭൗതിക ലോകത്തിൽ മാത്രം മതിമറഞ്ഞ് ഭ്രമിച്ച നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ മാത്രം ജീവിച്ച നള കുബേരൻ മണിഗ്രീവന് കിട്ടി. വലിയ വലിയ ഋഷിവര്യന്മാർ കോടിക്കണക്കിന് തപസനുഷ്ഠിച്ചാൽ പോലും കിട്ടാത്ത കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ പാദസ്പർശനം, ബാല്യലീലകൾ എന്നുള്ളതെല്ലാം കാണാനുള്ള ഭാഗ്യം ഈ അർജുന മരങ്ങൾക്ക് കിട്ടി. മനസ്സിലാക്കണം, ചെറിയ കാര്യമാണ്. ഇതാണ് ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് ഒരു ശാപം കിട്ടിയാൽ കൂടിയുള്ള ഗുണം. മനസ്സിലായ? അപ്പൊ പിന്നെ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നല്ലതോ ചീത്തയോ എന്ത് കിട്ടിയാലും അത് അവർക്ക് ദോഷം വരുമോ? വരില്ല. ഇനി എന്ത് സംഭവിച്ചു? ആ പറഞ്ഞ ഭഗവാൻ ആ ശാപമോക്ഷം കൂടെ ഭഗവാന് നാരദ മഹർഷി കൊടുത്തിരുന്നു. എന്താണ്? നാളെ ഒരു കാലത്ത് ദ്വാപാര യുഗത്തിൽ ആരവതരിക്കും? ഭഗവാൻ നേരിട്ട് അവതരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉരലിൽ നിങ്ങൾ തട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? ആരെ സ്പർശിക്കും? ഉരലിൽ സ്പർശിക്കും. കൃഷ്ണൻ ടച്ച് ചെയ്ത സാധനം ടച്ച് ചെയ്താൽ കൂടി അവർക്ക് മുക്തി. മനസ്സിലാകും? ഭഗവാൻ തൊട്ട സാധനത്തിന് നമ്മൾ തൊട്ടാൽ തന്നെ മുക്തിയെങ്കിൽ ഭഗവാൻ നേരിട്ട് നമ്മൾ തൊട്ടാനുള്ള അവസ്ഥ എന്താണ്? അപ്പൊ ഉരലാണ് എവിടെ നിന്ന് തട്ടിയത്? ഈ അർജുന മരത്തിന്റെ ഇടയിൽ വന്ന് തട്ടിയത്. അത് ആരുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു? കൃഷ്ണനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ കൃഷ്ണന്റെ കണക്ട് ചെയ്തതായിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങളിൽ ടച്ച് ചെയ്താൽ പോലും നമുക്ക് മുക്തി കിട്ടുമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അങ്ങനെയുള്ള കൃഷ്ണന്റെ നേരിട്ട് ഒരു ശാപം പോലും അല്ലെങ്കിൽ നേരിട്ടുള്ള നല്ല വാക്കോ ഭഗവാൻ സ്പർശിച്ച സാധനങ്ങളോ എന്തെങ്കിലും തൊട്ടാൽ നമ്മളുടെ ഗുണമാണോ ദോഷമാണോ? ഇതാണ് ക്ഷേത്രത്തിലെ ഭഗവാൻ ചാർത്തിയ മാല എല്ലാവരും ആരി മണപ്പിക്കുന്നത്, ഭഗവാൻ ചാർത്തിയ ഡ്രസ് എടുത്ത് നമ്മൾ ശരീരത്തിൽ അണിയുന്നത്, ഭഗവാൻ നടന്ന പാദത്തിലെ മണ്ണെടുത്ത് നമ്മുടെ തലയിൽ തേക്കുന്നത് എല്ലാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ സ്പർശിച്ച സാധനത്തിൽ തൊട്ടാൽ പോലും നമുക്ക് സൗഭാഗ്യങ്ങൾ മാത്രമേ വന്നു ചേരുത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാൽ ദൗർഭാഗ്യമായിരിക്കും നമുക്ക് വരുന്നത്, ഭാഗ്യമായിരിക്കും വരുന്നത്. ഇത് അറിഞ്ഞൂടാതെയല്ലേ അർജുനൻ കളിയാക്കി, മാധവ നിങ്ങൾക്ക് മാത്രം ആ ഭാഗ്യദേവതയുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദൗർഭാഗ്യത്തിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നത് ശരിയാണോ? തെറ്റല്ലേ? അതാണ് ഇവിടെ പ്രഭുപാദ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ അർജുന മരം മനസ്സിലാക്കുക. അങ്ങനെയുള്ള അർജുന മരം കടപുഴകി വീണിട്ട് അതിൽ നിന്ന് പുറത്തു വന്ന നളകുബേരന്മാരും അണിഗിരിവന്മാരും ഭഗവാനോളം പുകഴ്ത്തി പാടി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യം വലിയ വലിയ ഋഷിവരന്മാർക്ക് കിട്ടാത്തതാണ്. എന്നാൽ ഞങ്ങള് പാപികളായ സാധാരണ ജനങ്ങളെ പോലെ ഭൗതികമായ ഐശ്വര്യത്തിൽ മതിമറന്ന് നമ്മുടെ ലേഡീസ് ടീമായിട്ട് സഹവസിച്ച് മുന്നോട്ട് പോയ ഞങ്ങൾക്കാണ് ഈ ഭാഗ്യം കിട്ടിയത്. സാധാരണ കൊടും തപസ് ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടി. അത് ആരുടെ കാരണം കൊണ്ടാണ്? നാരദ മഹർഷിയുള്ള ഒരു ഭക്തന്റെ ശാപമാകുന്ന കാരണം കൊണ്ട്. ഭക്തൻ ഊർവശി ശാപം അർജുന ഉപകാരമാണ്. അതേപോലെ ഭക്തന്മാരുടെ ശാപമായിക്കോട്ടെ അവരായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ എന്തായാലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഗുണമേ കിട്ടത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ കൃഷ്ണനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ കാണാനുള്ള ഭാഗ്യം ഭക്തന്റെ കാരണം കൊണ്ട് കിട്ടിയ നളകുബേര അനുഗ്രഹന്മാരെ പോലെ ആണോ കൃഷ്ണന്റെ നേരിട്ടുള്ള കാര്യം കിട്ടിയുള്ള അവസ്ഥ? ഇവിടെ അർജുനന് നേരിട്ട് കൃഷ്ണന്റെ ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണൻ അർജുനനെ ദോഷത്തിലേക്ക് നയിക്കുമോ?
കൃഷ്ണന്റെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ബന്ധനത്തിലാണ്. ആര്? ഉരലിൽ ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ ഉരലിൽ ബന്ധിച്ച കൃഷ്ണൻ ലക്ഷക്കണക്കിന് ജന്മം മരരൂപത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മണിഗ്രീവനെ ബന്ധനത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. കൃഷ്ണൻ ഉരലിൽ ബന്ധനായിരിക്കുന്നു. ആ ബന്ധനായിരിക്കുന്ന സമയത്താണ് എത്രയോ കോടി ജന്മം കോടി വർഷങ്ങൾ ബന്ധനത്തിൽ മരമാകുന്ന ശരീരത്തിൽ ബന്ധനസ്ഥനായിരിക്കുന്ന മണിഗ്രീവന്മാര് ആ ബന്ധനത്തിന് വിമുക്തി ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് സ്വന്തമായിട്ടുള്ള ബന്ധനം അയക്കാൻ വേണ്ടി അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കും. കണ്ട, അപ്പൊ ഇതാണ് ഭഗവാന്റെ ലീലകൾ മറ്റുള്ളവർക്ക് മനസ്സിലാവൂല എന്ന് പറയുന്നത്. അതൊരു ഭക്തന്റെ വായിൽ നിന്ന് കേട്ടാൽ മാത്രമേ ഇതിന്റെ ആ ഒരു ഭഗവാൻ എത്രത്തോളം വിചിത്രമാണ് ഭഗവാന്റെ രീതികൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ബന്ധനസ്ഥനായിരിക്കുന്ന കൃഷ്ണൻ ബന്ധനവിമുക്തി നളകുബേര വമീരമാർക്ക് കൊടുക്കുമ്പോൾ അർജുനന് മാത്രം ദോഷം വരുത്താൻ വേണ്ടി നേരിട്ട് ഭഗവാൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അത് അർജുനൻ മനസ്സിലാക്കണം എന്നാണ് ഈ പുറപ്പെടൽ പ്രഭാത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്താൽ ഒരിക്കലും ആൾക്കാർ വഴിതെറ്റിക്കപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഏത് സമയത്തും നമുക്ക് ആരെ ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം? കൃഷ്ണൻ ഡിപ്പെൻഡ്. അതുകൊണ്ട് നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ഉടനെ എന്തെടുത്ത് വായിക്കും? ഭഗവത്ഗീത കുറിച്ച് വായിക്കും. എന്റെ ഗുരുമഹാരാജ് ഫിസോളസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജ് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭക്തിയിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊച്ചിലെ തന്നെ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. അച്ഛനമ്മയൊക്കെ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ഉടനെ അവർ കുടുംബത്തോടെ ഒരുമിച്ചിരുന്നിട്ട് ഭഗവത്ഗീത 12-ാം അധ്യായവും 15-ാം അധ്യായവും വായിക്കും. 12-ഉം 15-ഉം അധ്യായം ഭഗവത്ഗീത വായിച്ചു തീർക്കുമ്പോഴത്തേക്കും അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് അപ്രത്യക്ഷമാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് വായിക്കണം? ഭഗവത്ഗീതയുടെ 12-ാം അധ്യായവും 15-ാം അധ്യായവും വായിക്കണം. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതോടുകൂടി ആ പ്രശ്നം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കൃഷ്ണനെ മുൻനിർത്തി നമ്മുടെ ഗുരുമഹാരാജ് ഉപദേശിച്ചത്. അതുകൊണ്ട് ആ ഉപദേശം നമുക്ക് തിരസ്സാണ്. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കി നമ്മൾ ജീവിക്കാൻ പഠിക്കുക. കൃഷ്ണൻ ഒരിക്കലും വഴിതെറ്റിക്കത്തില്ല. ഭാഗ്യദേവതയുടെ ഭർത്താവായ കൃഷ്ണൻ നമുക്കും അത്ഭുതകരമായ ഭാഗ്യം എത്തിച്ചു തരും. നമ്മൾ ആകെ ചെയ്യേണ്ടത് കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്യുക. എങ്ങനെ കൃഷ്ണൻ ഡിപ്പെൻഡ് ചെയ്യാം? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിക്കുകയും ഭഗവത്ഗീത അദ്ദേഹത്തിന്റെ ദിവ്യമായ തിരുമുഖത്ത് നിന്ന് വന്ന ഭഗവത്ഗീത നമ്മൾ വായിക്കുകയും ചെയ്യുന്നതാണ് ഭഗവാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്നെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിന്ന് അല്പം നേരത്തെയാണ് ക്ലാസ് തീർക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഇന്നത്തെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോ നമ്മുടെ ഇനി മുതലുള്ള ഇവിടുത്തെ ക്ലാസ് നമുക്ക് ഞായറാഴ്ച ഉള്ളത് അല്ലെ? തിങ്കളാഴ്ച വൈകുന്നേരം 6 മുതൽ 7 മണി വരെ നോക്കാം. ഓക്കെ, തിങ്കൾ നാളെ വേണമെന്നില്ല, അടുത്ത ആഴ്ച മതി നമുക്ക്. ഓക്കെ, അപ്പൊ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മാക്സിമം എല്ലാ ആൾക്കാരെയും വരാൻ പറയാം. ഭഗവത്ഗീത പഠിക്കാൻ ഭാഗ്യമുള്ള ജനങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആ പൗരുഷേയം എന്നാണ് പറയുന്നത്. പൗരുഷേയം. ഓക്കെ, അപ്പൊ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്താ? സ്ഥലത്തിന്റെ പേര് നെടുമ്പ്രം അല്ലേ? നെടുമ്പ്രം NSS കരയോഗമാണ് അല്ലെ പേരുകൾ. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മുതൽ 7 മണി വരെ ഭൗതിക ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം എല്ലാ ഭക്തന്മാർക്കും കിട്ടട്ടെ. ഇവിടുത്തെ ഭാരവാഹികൾ ഒന്ന് ആത്മാർത്ഥമായി എല്ലാവരെയും ഒന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ കൃഷ്ണ. നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്ദി.